പാലക്കാട്ട് വീണ്ടും ക്രിസ്മസ് ആഘോഷത്തിന് നേരെ അസഹിഷ്ണുത. നല്ലേപ്പള്ളി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അലങ്കോലപ്പെടുത്തിയതിന് പിന്നാലെ തത്തമംഗലത്ത് സ്കൂളിലെ പുൽക്കൂട് അജ്ഞാത സംഘം തകർത്തു. സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംഭവങ്ങളിൽ വ്യാപക പ്രതിഷേധമുയരുകയാണ്. തത്തമംഗലം UP സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കുട്ടികൾ സ്ഥാപിച്ച പുൽക്കൂടാണ് അജ്ഞാതർ തകർത്തത്. ജില്ലാ പോലീസ് മേധാവിയും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. അന്വേഷണ പോലീസ് സയന്റിഫിക് ഉദ്യോഗസ്ഥന്മാരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ചീറ്റൂർ സിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് കേസ് അന്വേഷണത്തിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പോസിബിലിറ്റീസ് ഞങ്ങൾ പരിശോധിച്ചിട്ട് നല്ല അന്വേഷണ കേസ് നടത്തും. സ്ഥലം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സന്ദർശിച്ചു. പ്രത്യേകമായ സംഘത്തിനെ അന്വേഷിക്കും. രണ്ടും കൂടി തന്നെ ഒരു പ്രത്യേക സംഘത്തിനെ വെച്ച് ഈ പ്രശ്നത്തിന് അന്വേഷിക്കും. ഞാൻ SP ആയിട്ട് സംസാരിച്ചു. സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയെ നേരിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഹലോ, ഞാൻ വിളിച്ചത് ഞാൻ ഈ ചിറ്റൂരിൽ 2 സ്ഥലത്ത് ഈ പുലിക്കൂടുകൾ നമ്മുടെ ക്രിസ്മസ് ഒരു ആഘോഷത്തിനെയൊക്കെ തകർത്തിട്ടുണ്ട്. മിലിഞ്ഞാന്നൊന്ന് തകർത്തു, ഇന്നലെയൊന്ന് തകർത്തു. CM ആയിട്ട് സംസാരിച്ചതാണ്. നല്ലേപ്പിള്ളിയിലെയും തത്തമംഗലത്തെയും സംഭവങ്ങളിൽ പ്രതിഷേധവുമായി DYFIയും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. നല്ലേപ്പിള്ളിയിൽ സ്കൂൾ പരിസരത്ത് DYFI സൗഹൃദ കാരൽ സംഘടിപ്പിച്ചു. മധുരം വിതരണം ചെയ്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സൗഹൃദ കാരൽ. ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തിയതിനെ BJP നേതൃത്വം തള്ളി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും നേതാക്കൾ. ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ വേണം. ഈ അടുത്ത കാലത്ത് BJP വിട്ട് പോയിട്ടുള്ള ചില ആളുകളുടെ പങ്കാളിത്തം ഇതിലുണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം. സംഭവത്തിനു പിന്നിൽ BJP നേതൃത്വമെന്നാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ ആരോപണം. സ്കൂളിലേക്ക് നുഴഞ്ഞുകയറി ബഹളമുണ്ടാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJP വർഗീയ നിലപാടെടുക്കുന്നതിന്റെ ദുരന്തം ക്രൈസ്തവ സഭ മനസ്സിലാക്കണമെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. 24 പാലക്കാട്.